സ്വർണ്ണക്കൊള്ള മൂന്നാം കേസിൽ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും തന്ത്രി രാജീവനും പ്രതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും തന്ത്രി കണ്ഠരര് രാജീവനുമടക്കം 7 പേരെ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. കേസിൽ പ്രതിയാകുന്ന രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് PS പ്രശാന്ത്. മുൻപ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും അന്നത്തെ ഭരണസമിതിയെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കേസിൽ ആകെ 7 പ്രതികളാണുള്ളത്. പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ BNS 316(2), 316(5) വിശ്വാസവഞ്ചന, 336(2) വ്യാജരേഖ ചമയ്ക്കൽ, 61(2) ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിപട്ടികയിലെ ക്രമം ഇപ്രകാരമാണ്: മുരാരി ബാബു അന്തരിച്ച മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ, പങ്കജ് ഭണ്ഡാരി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ, PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, A അജികുമാർ മുൻ ബോർഡംഗം, കണ്ഠരര് രാജീവ് ശബരിമല തന്ത്രി, രജിലാൽ തിരുവാഭരണം കമ്മീഷണർ എന്നിവരാണ് പ്രതികൾ. ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചതായി SIT ഹൈക്കോടതിയെ അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് 1998 സ്ഥാപിച്ച സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹങ്ങൾ 2019 സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യപ്രകാരം ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. സന്നിധാനത്ത് നിന്ന് ഇവ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയ ദേവസ്വം ഉദ്യോഗസ്ഥർ ദുരുദ്ദേശത്തോടെ ഇവ ചെമ്പ് തകിടുകൾ എന്ന് രേഖപ്പെടുത്തി യഥാർത്ഥാവസ്ഥ ഒളിപ്പിച്ചു വെച്ചു. ചെന്നൈയിൽ വെച്ച വിഗ്രഹങ്ങളിലെ യഥാർത്ഥ സ്വർണം മുഴുവൻ മാറ്റിയ ശേഷം വീണ്ടും പൂശാനെന്ന വ്യാജേന വളരെ കുറഞ്ഞ അളവ് സ്വർണം മാത്രം ഉപയോഗിച്ച് ബാക്കി വന്ന വലിയൊരു പങ്ക് സ്വർണം പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു. ഈ തട്ടിപ്പ് പുറത്താകാതിരിക്കാൻ വിഗ്രഹങ്ങൾക്ക് 40 വർഷത്തെ വാറന്റി ഉണ്ടെന്ന തരത്തിൽ പ്രതികൾ വ്യാജ സർട്ടിഫിക്കറ്റും ചമച്ചു. റിപ്പോർട്ട് പ്രകാരം 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിനായി 2025 വിഗ്രഹങ്ങൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പ്രതികൾ അനാവശ്യ തിടുക്കം കൂട്ടുകയും ഒത്താശ ചെയ്യുകയും ചെയ്തു. 2023 നവംബറിൽ PS പ്രശാന്ത് പ്രസിഡന്റായി ചുമതലയേറ്റുടൻ തന്നെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കുകയും തുടർന്ന് നടന്ന ഭരണപരമായ വീഴ്ചകളിലും ഗൂഢാലോചനയിലും പ്രശാന്തിന് നേരിട്ട് പങ്കുണ്ടെന്നുമാണ് SIT കണ്ടെത്തൽ. തന്നെ പ്രതി ചേർത്ത വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ PS പ്രശാന്ത് മാധ്യമങ്ങളോട് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. ഇപ്പോഴത്തെ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തട്ടിപ്പിൽ യാതൊരുവിധ മുൻകൂട്ടിയുള്ള അറിവോ പങ്കോ ഇല്ലെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തുബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒളിച്ചു വെക്കാൻ തനിക്കൊന്നുമില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും പ്രശാന്ത് അറിയിച്ചു. നിലവിൽ ശബരിമലയിലെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് നിലവിലുള്ളത്. എന്നാൽ 2025 വിഗ്രഹങ്ങൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ SITക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസുമാരായ V വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കി. തട്ടിപ്പിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് നിലവിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.